ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 9ാം പ്രതി SFI നേതാവിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയിൽ ഹർജി നൽകി. പ്രോസിക്യൂട്ടർ പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് കോടതിയിൽ പറഞ്ഞുവെന്നാണ് ആരോപണം. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ 9ാം പ്രതി SFI നേതാവ് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ. പ്രോസിക്യൂട്ടറുടെ വീഴ്ച കൊണ്ട് ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചു. ഇത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ സാരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ വിപുലമായ ഗൂഢാലോചന നടന്ന ആസൂത്രണമായ ഒരു ആക്രമണമാണെന്നാണ് ഇഡി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ അത് ഇനിയുള്ള മറ്റ് പ്രതികളിലേക്ക് എത്തുവാൻ, ഗൂഢാലോചന നടത്തിയവരിലേക്കൊക്കെ എത്തുവാനുള്ള അതുപോലത്തെ അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവും. യഥാർത്ഥത്തിൽ പോലീസ് റിപ്പോർട്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു. ഈ റിപ്പോർട്ടാണ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിക്കേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായി ജാമ്യം നൽകുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത്. പ്രധാനമായും നമുക്കറിയാം, ഇതിനു മുൻപുള്ള ഭരണത്തിലെ പ്രോസിക്യൂട്ടർമാരാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പുതിയ പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രോസിക്യൂട്ടർ വിരുദ്ധമായ നിലപാടെടുത്തു. അതുകൊണ്ട് ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, കേരളം ഒരു ബംഗാൾ മോഡൽ ആകുന്ന രീതിയായിരുന്നു. പണ്ട് ബംഗാളിലൊക്കെ നടന്നിരുന്ന പോലെ ആൾക്കൂട്ടാക്രമണം, ഉദ്യോഗസ്ഥരാക്രമണം, ഇതെല്ലാം കേരളത്തിലേക്കും പകരുന്ന ഒരു നിലപാടാണ് CPMന്റെ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. ഇത് മുന്നോട്ട് ഇത് തുടർന്ന് പോവുക എന്നുള്ളത് അന്വേഷണത്തിനൊക്കെ ഒരുപാട് ദിവസം കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കുക എന്നുള്ളതൊന്നും കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അത്തരത്തിൽ ഒരു വലിയ കുറ്റകൃത്യം നടന്നിട്ട് ഒരു പ്രതിക്ക് ഈ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ജാമ്യം ലഭിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് ഇഡി ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇഡി താഴെ ഈ കേസിൽ വിചാരണ കോടതിയിലും ഈ കേസിൽ കക്ഷി ചേർന്നു. അതേ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ജാമ്യം റദ്ദാക്കാനായിട്ട് സമീപിച്ചിട്ടുള്ളത്.